സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഡീപ് സീക്കിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടത് പെട്ടെന്ന് അബ്രപ്റ്റായി നിന്ന് പോയിരുന്നു. അതിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യം. ശരിക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ഡീപ് സീക്കിന് കാരണം അത് ചൈനക്കാർ കണ്ടെത്തിയത് അവരുടെ ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിലും AI-യിലും ഒക്കെ ഉള്ള അവരുടെ ഗവേഷണ താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും കുറേ ഗവേഷണങ്ങൾ നടത്തിയാൽ മതി, അതിന് ഫണ്ട് പോരാ, അതിന് ഫണ്ട് ഉണ്ടാവണം എന്നാണ് പലരും ഉദ്ദേശിക്കുന്നത്. അത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതിന് മുമ്പ് ഏറ്റവും പ്രധാനമായത് അതിന് പറ്റിയ രീതിയിൽ നമ്മുടെ ഇനി വരുന്ന തലമുറകളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ പരിശീലിപ്പിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ ഈ റിസർച്ച് സെൻറ്ററിന് കുറേ കാശ് കൊടുത്തുകൊണ്ടായില്ല, യൂണിവേഴ്സിറ്റികൾ നന്നാക്കിയതുകൊണ്ടായില്ല. അതിന് മുമ്പത്തെ ഏറ്റവും പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ പ്രൈമറി സ്കൂളുകൾ നന്നാക്കണം. പ്രൈമറി സ്കൂളുകൾ നന്നാക്കുന്നതിൻ്റെ മുമ്പ് കിൻഡർ ഗാർഡനോ അല്ലെങ്കിൽ അംഗൻവാടിന്നോ പറയുന്ന അവിടെ കൂടുതൽ നല്ല ഫലപ്രദമായ രീതിയിലുള്ള ബുദ്ധിവികാസത്തിന് പറ്റിയ പരിശീലന കേന്ദ്രങ്ങളും പ്രയോഗ കേന്ദ്രങ്ങളും ആക്കി മാറ്റണം. അതും പോരാ, യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം അനുസരിച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇപ്പോഴുള്ള വിവരമനുസരിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വികാസം അത് വളരെ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ജനനം മുതൽ വളരെ കുറഞ്ഞ കാലം, ഏകദേശം 2000 ദിവസങ്ങളോളം, ആദ്യത്തെ 1000 ദിവസം തന്നെ അതിൻ്റെ ബഹുഭൂരിപക്ഷവും ലയൺ ഷെയറും നടന്നിരിക്കുമെന്നും ബാക്കി ഒരു 10% അടുത്ത 1000 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നും, അതിനുശേഷം അതിൻ്റെ ആ ബേസിൽ ആണ് പിന്നീട് അയാളുടെ ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ ബുദ്ധിവികാസം സാധ്യമാകുന്നത് എന്ന ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ കണക്കിലെടുത്താൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കുറേ റിസർച്ച് സെൻറ്ററും അതിന് കുറേ കാശ് കൊടുക്കലും അതിന് കുറേ വലിയ ആൾക്കാരുണ്ടാക്കി അതിന് വലിയ പൈസ ഉണ്ടാക്കൽ, അവർക്ക് കുറേ ഭീകരമായ ഫണ്ട് കൊടുക്കലും അല്ല. യഥാർത്ഥത്തിൽ അത് നടക്കേണ്ടത് നമ്മുടെ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടത്ര ട്രെയിനിങ്ങും പരിശീലനക്ഷമതയും പരിശീലനങ്ങളും കൊടുത്ത് ആ കുഞ്ഞിൻ്റെ നിലവിലിരിക്കുന്ന ബുദ്ധിവൈഭവം, ഇൻ്റലിജൻസ്, അത് എങ്ങനെ പരമാവധി വികസിപ്പിക്കാം എന്നതിന് ജനിച്ച ആ നിമിഷം മുതൽ അതൊരു പാവനമായ, മഹത്തരമായ, അനർഘമായ, അമൂല്യമായ, അനന്യമായ ഒരു വസ്തുവാണ് ഓരോ കുഞ്ഞിൻ്റെയും മസ്തിഷ്കമെന്നും ഓരോ കുഞ്ഞെന്നും. ആ കുഞ്ഞിനെ പരമാവധി അതിൻ്റെ വികാസങ്ങൾ സാധ്യമാകുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യണമെന്നും ആണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പുരോഗമന ആശയം ഉള്ള ഗവൺമെൻറ് ചെയ്യേണ്ടത്. അവർക്ക്
അനാവശ്യമായി കുറേ വേണ്ടാത്തത് കൊടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിയായ പോഷണം, ശരിയായ ഭക്ഷണം, എൻവയൺമെൻറ്റ്, അതേപോലെ കുട്ടിക്കും അമ്മയ്ക്കും ആവശ്യമായ ലീഷറ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി കൊടുക്കുക എന്നുള്ളത് ആയിരിക്കണം ഈ പുരോഗമന സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. കാരണം ഇനി വരുന്ന തലമുറകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായിട്ടുള്ളത്, അടിത്തറയായിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് 1964 ഖൊതാരി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ, ഡെസ്റ്റിനി ഓഫ് ദ നാഷൻ ഡിപ്പെൻഡ് ഓർ മോൾഡഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം അവൻ്റെ ക്ലാസ് റൂമുകളിലാണ് രൂപപ്പെടുന്നത് എന്ന്. അതൊരു സത്യമല്ലേ? അതേപോലെ തന്നെ 1957 സ്പുട്നിക് സോവിയറ്റ് യൂണിയൻ വിട്ടപ്പോൾ അമേരിക്കക്കാർ അമ്പരന്നിരുന്നു. അവർക്ക് ഉടൻ തന്നെ അതിനെ എങ്ങനെ ചെറുക്കണം, എങ്ങനെ മറികടക്കണം, എന്തുകൊണ്ടാണ് അവർക്കെങ്ങനെ ഇത് സാധ്യമായത് എന്നതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്കൂളുകളാണ് യഥാർത്ഥത്തിൽ ആ സ്പുട്നിക്കിന് സാധ്യമാക്കിയത് എന്നാണ്. അതേപോലുള്ള ഒരു സ്പുട്നിക് ഇഫക്റ്റ് തന്നെയാണ് ഇന്ന് ഈ ഡീപ് സീക്ക് കൊണ്ടും വന്നിരിക്കുന്നത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പറയുന്നു. അവരെ വെല്ലുവിളിക്കാനല്ല, അവരുടെ ഒപ്പമെത്താനെങ്കിലും, അവരുടെ പങ്കാളികളാവാനെങ്കിലും നമുക്ക് കഴിയണമെങ്കിൽ നാം അതീവ ഗൗരവമായിട്ട് നമ്മളെ ഇവിടെ പിറക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും അവൻ്റെ മാനസികവും ശാരീരികവും ഭൗതികവും ബുദ്ധിപരവുമായ എല്ലാ വികാസത്തിനും പരമാവധി നമ്മളാൽ കഴിയുന്നത് ചെയ്യും എന്ന് നമ്മുടെ സമൂഹം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ യഥാർത്ഥത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് കുറേ ഗവേഷണ ഫണ്ട് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. യൂണിവേഴ്സിറ്റികൾ ഇനി കുറേ എണ്ണം ഉണ്ടാക്കിയതൊന്നും കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അത് സ്കൂളുകൾ, LP സ്കൂളുകൾക്ക്, കിൻഡർ ഗാർഡനിലേക്ക്, അല്ലെങ്കിൽ പിന്നെ നഴ്സറി സ്കൂളിലേക്ക്, അംഗൻവാടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. അവിടെ പരമാവധി സമൂഹത്തിൻ്റെ ബുദ്ധിപരമായ വികാസം എങ്ങനെ ഉണ്ടാവും? തത്തമ്മയെ പൂച്ച അല്ല. തത്തമ്മയെ പൂച്ചയും ടെസ്റ്റ് എഴുതിയിട്ട് കുറേ മാർക്ക് കിട്ടലും ഒക്കെ വങ്കത്തരാണ്. അതുകൊണ്ടൊന്നും ഒരിക്കലും എന്തില്ല, കോപ്പി അടിക്കാനേ പറ്റുള്ളൂ. പുതുതായി ഒന്ന് കണ്ടെത്തുക എന്നതും ആ കണ്ടെത്താനുള്ള ആത്മവിശ്വാസവും അതിനുള്ള ധൈര്യവും അതിനുള്ള തയ്യാറെടുപ്പും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതായത് അജ്ഞാതമായ തലങ്ങളിലേക്ക്, അജ്ഞാതമായ ലോകങ്ങളിലേക്ക് സധൈര്യം നമ്മുടെ മാനസിക വിഭ്രാന്തിയോ വിഷമോ പേടിയോ ഇല്ലാതെ കടന്നു ചെല്ലാനും അവിടെ നിലവിലിരിക്കുന്ന വസ്തുക്കളെ വിശകലനം ചെയ്തത് അവിടെ നമ്മുടെ മുമ്പിൽ
പ്രത്യക്ഷപ്പെട്ട നമ്മളെ മുമ്പിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനും പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താനും വേറിട്ട വഴിയിൽ, വേറിട്ട രീതിയിൽ, പുതിയ രീതിയിൽ, ക്രിയേറ്റീവായിട്ട്, സർഗാത്മകമായിട്ട് ചിന്തിക്കാനും പുതിയ വസ്തുതകൾ കണ്ടെത്താനും ഉള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നടത്തേണ്ടത്. ഇന്ന് നമ്മളെ സ്കൂളുകളിൽ അതല്ല നടത്തുന്നത്. അത് പ്രജാവിദ്യാഭ്യാസമാണ്. പ്രജകളെ യഥാർത്ഥത്തിൽ അങ്ങനെ പുതിയ ഒരു കാര്യം കണ്ടെത്താനോ കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരോ ആക്കണം എന്ന് വിചാരിച്ചിട്ടല്ല വെള്ളക്കാരൻ അവൻ്റെ വിദ്യാഭ്യാസ രീതി വിജയപ്രദമായിട്ട് തന്നെ ഇവിടെ നടപ്പിലാക്കിയത്. അത് നമ്മൾ തുടർന്നു എന്ന് പറയുന്നത് 100% ഗാന്ധിജി പറഞ്ഞത് ശരിയാണ് എന്ന് വെക്കുകയാണ്. നമ്മെ ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാപാപത്തിൻ്റെ മുന തിരിയുന്നത് എന്ന് ആ പ്രവാചക ശ്രേഷ്ഠൻ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ ബുദ്ധിജീവി മഹാത്മാഗാന്ധി 1915 എഴുതി വെച്ചതാണ്. അദ്ദേഹം ഇന്ത്യക്കാരെ അടിമയാക്കിയത് തന്നെ വെറും അടിമത്തല്ല, മാനസികമായ അടിമത്താണ്. അത് ഇന്നും നമ്മൾ വിട്ടിട്ടുണ്ടോ? ആ വെള്ളക്കാരനെ ഇന്നും നമുക്ക് ഒരു വലിയവനാണെന്നും അവൻ്റെതാണ് ശരിയെന്നും അവനെ ബുദ്ധിയുള്ളൂന്നും എന്ന രീതിയിൽ തന്നെയല്ലേ നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. നേരെ മറിച്ച് ചൈനക്കാരവിടെ LKG മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ അവരുടെ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. അവരുടെ ഭാഷയിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് വിദൂരമായി ചിന്തിക്കാനെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മുടെ ഓരോ കുഞ്ഞും അവൻ്റെ കഴിവുകൾ പരമാവധി വികസിപ്പിക്കാൻ, എന്താ കഴിവുകൾ? മാനസികമായ മനുഷ്യൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി കണ്ടെത്തുക എന്നുള്ളതാണ്. സർഗാത്മക ശേഷിയാണ്. അല്ലാതെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഛർദ്ദിക്കലല്ല. അതിനൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്. ആ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ മതി. കാൽക്കുലേഷൻ കമ്പ്യൂട്ടറുണ്ട്. പക്ഷേ പുതുതായ കാര്യങ്ങൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു പക്ഷേ മനുഷ്യൻ തന്നെ വേണ്ടി വരും. നിലവിലിരിക്കുന്ന എല്ലാ ഡാറ്റകളും ഉപയോഗിച്ച് നമുക്ക് പല പുതുതും ഇപ്പോഴത്തെ AI കൊണ്ടൊക്കെ കാണാമെങ്കിൽ പോലും ഈ AI ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ വേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അപ്പോഴാണ് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിലെ ഏറ്റവും പരമപ്രധാനമായ വകുപ്പ് വിദ്യാഭ്യാസമാണെന്നും ആ വിദ്യാഭ്യാസം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വിദ്യകളുടെ അഭ്യാസം. നമ്മളന്ന് വിദ്യകളുടെ അഭ്യാസമൊന്നുമില്ല, കാണാതെ പഠിക്കല. ഒരു വിദ്യ അവിടെ പഠിപ്പിക്കുന്നില്ല നമ്മളെ സ്കൂളുകളിലൊന്നും. ഒരു വിദ്യയില്ല. ഇനി എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ അത് വെള്ളക്കാരന് ആവശ്യമുള്ള അനുസരണശീലം, യജമാന ഭക്തി, പിന്നെ അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, സ്വാർത്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നന്നായിട്ട് വളരെ ഫലപ്രദമായിട്ട് അവർ ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. ഇത് നാം മനസ്സിലാക്കുകയും നമ്മുടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ മെഡിക്കൽ പരീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല എന്നും ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാനാവും എന്നത് ആലോചിക്കാനെങ്കിലുള്ള, അതിനെ അഭിമുഖീകരിക്കാനുള്ള, സത്യസന്ധമായും ശാസ്ത്രീയമായും അർത്ഥപൂർണമായും അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം.
അങ്ങനെ നമ്മളായാൽ, അങ്ങനെ നമ്മൾ ശരിയായ റെയിലിൽ കയറിയാൽ, അതായത് ഇന്ത്യയിലുള്ള 145 കോടി ജനങ്ങളുടെയും ഇനി വരുന്ന തലമുറകളെ പരമാവധി ഓരോ നിമിഷവും ഈ കഴിവുകൾ വളർത്താനും പടർത്താനും വികസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 കൊല്ലം കൊണ്ടൊന്നും ആവില്ല, ഒരു 50 കൊല്ലം കൊണ്ടെങ്കിലും നമുക്ക് ചൈനയുടെ ഒപ്പം എന്താം. അതായത് 2025 2075 ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ ചൈനയുടെ ഒപ്പം എത്താൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മളെ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും സൗഖ്യവും മാനസികവും കായികവുമായ വികാസം പരമാവധി ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ, അല്ലാതെ ഇപ്പോൾ ഏതോ സുന്ദർ പിച്ചയോ മറ്റാരൊക്കെ പറഞ്ഞു തന്നു 10 കൊല്ലം കൊണ്ട് ചൈനയുടെ ഒപ്പം ഒക്കെ വെറുതെ നുണ പറയാണ്. മാത്രമല്ല ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലാണ്. നമ്മൾക്ക് അവരെക്കാളും കൂടുതൽ വിഭവങ്ങളുണ്ട്. മാനസിക വിഭവമായ മനുഷ്യ മസ്തിഷ്കം നമുക്കുണ്ട്. അതാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കണ്ടെത്തലുകളുടെയും യഥാർത്ഥ മൂലധനം. അത് ഏറ്റവും കൂടുതലുള്ളത് നമുക്കാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇത് മൂന്നും കൂടിയാൽ നമ്മൾ അവരെക്കാളിലൊക്കെ എത്രയോ കൂടുതലാണ്. അങ്ങനെ മൂന്നും കൂടി നമ്മൾ ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ പോലെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും കണ്ണിലെണ്ണയൊഴിച്ച് പരമാവധി അവൻ്റെ കഴിവുകളെ അവനിലുള്ള കഴിവുകളെ, ഇല്ലാത്തതൊന്നും വേണ്ട, ഇനേറ്റായിട്ടുള്ള അന്തർലീനമായ കഴിവുകളെ പരമാവധി വികസിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. കാണാതെ പഠിക്കണമല്ല കേട്ടോ, വെള്ളക്കാരൻ്റെതല്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.